നമസ്കാരം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഫിസിക്കലായിട്ട് ഗോൾഡ് മേടിക്കുമ്പോണ്ടാവുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. അതിൽ പലതിനും തന്നെ ഒരു പരിഹാരമാണ് ഗോൾഡ് ഡിജിറ്റലായിട്ട് മേടിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ളതിലേക്ക് പറയട്ടെ, ഞാനൊരു സാമ്പത്തിക വിദഗ്ധനോ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളിൽ ഉപദേശം നൽകാൻ ലൈസൻസ് ഉള്ള ആളോ അല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു സാമൂഹിക ഉത്തരവാദിത്വം മാത്രമേ ഞാൻ ഇവിടെ നിർവഹിക്കുന്നത്. അത് കൂടുതൽ ആളുകൾക്ക് ഉപകരിക്കട്ടെ എന്നുള്ളതിലേക്കാണ് ഈ പ്ലാറ്റ്ഫോം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ നിലയ്ക്ക് ഞാനിതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഗോൾഡിൽ നിക്ഷേപിക്കാവുന്ന മറ്റൊരു മാർഗമാണ് ഗോൾഡ് ഡിജിറ്റലായിട്ട് മേടിക്കുക എന്നുള്ളത്. ഡിജിറ്റലായിട്ട് മേടിക്കുമ്പോഴും തന്നെ GST കൊടുക്കേണ്ടായി വരും. എങ്കിലും ശരി, ഗോൾഡ് ഫിസിക്കലായിട്ട് മേടിക്കുമ്പോണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും തന്നെ ഒരു പരിഹാരമാണ് ഗോൾഡ് ഡിജിറ്റലായിട്ട് മേടിക്കുക എന്നുള്ളത്. ഗോൾഡ് ഡിജിറ്റലായിട്ട് മേടിക്കുമ്പോൾ അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പേടിക്കേണ്ടതില്ല. പിന്നെ അതിന്റെ പ്യൂരിറ്റിയിലും തന്നെ നമുക്ക് സംശയിക്കേണ്ടതില്ല. പിന്നെ മേക്കിംഗ് ചാർജ് എന്ന ഒരു മഹാനഷ്ടം തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇതിന്റെ എല്ലാം പുറമെ നമുക്ക് ഡിജിറ്റലായിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് വരെ പോകേണ്ടതില്ല. നമുക്ക് ഒരു മൊബൈൽ വഴി തന്നെ ഇത് മേടിക്കുകയും വിൽക്കുകയും ചെയ്യാവുന്നുള്ളൂ. നമ്മളുടെ സൗകര്യത്തിന് എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ ഗോൾഡ് മേടിക്കാൻ പല പ്ലാറ്റ്ഫോമുകളും അവൈലബിൾ ആണ്. അതിൽ ചില ഉദാഹരണങ്ങളാണ് പേടിഎം, ഫോൺപേ, ഗ്രോ, തനിഷ്ക് ബൈ ടാറ്റ, ഗൂഗിൾ പേ, ആമസോൺ പേ, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളും തന്നെ അവൈലബിൾ ആണ്. ഡിജിറ്റൽ ഗോൾഡിന്റെ മറ്റൊരു സൗകര്യം നമുക്ക് എത്ര ചെറിയ എമൗണ്ടിനും ഡിജിറ്റൽ ഗോൾഡ് മേടിക്കാൻ കഴിയും എന്നുള്ളതാണ്. 1 രൂപക്ക് പോലും ഡിജിറ്റൽ ഗോൾഡ് മേടിക്കാൻ കഴിയുന്നതാണ്. എങ്കിലും ശരി, നമുക്ക് മേടിക്കാവുന്ന ക്വാണ്ടിറ്റിക്ക് ഒരു പരമാവധി ലിമിറ്റ് ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ. അതിൽ മിക്ക പ്ലാറ്റ്ഫോമുകളും 2 ലക്ഷം രൂപ വരെ സമ്മതിക്കുള്ളൂ. അതിൽ കൂടെ തന്നെ നമ്മൾ 50,000 രൂപയ്ക്ക് മേടിക്കുന്നതിന് നമ്മളെ പാൻ കാർഡ് പോലുള്ള ഡീറ്റെയിൽസും കൊടുക്കേണ്ടതായി വരും. ഇനി നമുക്ക് ഡിജിറ്റലായിട്ട് ഗോൾഡ് മേടിക്കുന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം നോക്കാം. അതിൽ മെയിനായിട്ട് ഒരു ഇഷ്യൂ ഉള്ളത് ഇത്തരം പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കിലല്ല എന്നുള്ളതാണ്. നമുക്കറിയാലോ, ബാങ്കുകളുടെ എല്ലാം റെഗുലേറ്ററി അതോറിറ്റിയാണ് RBI. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് SEBI. അതുപോലെ ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യാൻ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവരുടെ എല്ലാം അക്കൗണ്ട്സ് റെഗുലറായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നും അറിയില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം, ഇത്തരം പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഡിജിറ്റൽ ഗോൾഡ് കീപ്പ് ചെയ്യാൻ ഒരു മാക്സിമം പീരിയഡ് ലിമിറ്റ് ഉണ്ടാവും. മിക്ക പ്ലാറ്റ്ഫോമുകളുടെയും പീരിയഡ് ലിമിറ്റ് 5 വർഷം വരെയാണ്. 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ നമുക്ക് ഡെലിവറി എടുക്കാം, നമ്മുടെ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് ഡെലിവറി എടുക്കാവുന്നുള്ളൂ. അങ്ങനെ ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് ഡെലിവറി എടുക്കുമ്പോൾ നമ്മൾ അതിനുള്ള മേക്കിംഗ് ചാർജും പിന്നെ നമ്മളെ ഡോർ സ്റ്റെപ്പ് വരെ ഡെലിവറി ചെയ്യാനുള്ള ഡെലിവറി ചാർജും പിന്നെ ട്രാൻസിറ്റിനുള്ള ഇൻഷുറൻസ് പ്രീമിയം എല്ലാം തന്നെ നമ്മൾ കൊടുക്കേണ്ടായി വരും. അങ്ങനെ നമ്മൾ ഫിസിക്കലായിട്ട് ഗോൾഡ് ഡെലിവറി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഫിസിക്കലായിട്ടുള്ള ഗോൾഡ് കീപ്പ് ചെയ്യാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടതായി വരും. ഈ 5 വർഷത്തെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള മറ്റൊരു ഓപ്ഷൻ ഈ ഡിജിറ്റൽ ഗോൾഡ് വിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിൽക്കുമ്പോൾ അന്നത്തെ ബൈങ് റേറ്റിലും ഒരല്പം കുറവായിരിക്കും സെല്ലിംഗ് റേറ്റ്. അത് സാധാരണ 2% മുതൽ 6% വരെ ഉണ്ടാവാറുണ്ട്. ഇതിന് അവർ വിളിക്കുന്ന പേര് സ്പ്രെഡ് എന്നാണ്. അതിന് അവർ പറയുന്ന കാരണം സ്റ്റോറേജിനും ഇൻഷുറൻസിനും ട്രസ്റ്റി ഫീ എല്ലാം കൂടിയുള്ളതാണ് ഈ സ്പ്രെഡ് എന്നുള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ ഈ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തിന് അതിന്റെ ക്യാപിറ്റൽ ഗെയിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടായി വരും. അത് 36 മാസത്തിനുള്ളിലാണ് വിൽക്കുന്നതെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സിന്റെ പരിധിയിലും 36 മാസം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ പരിധിയിലും വരുന്നതാണ്. ഇനി ഗോൾഡിൽ നിക്ഷേപിക്കാവുന്ന മറ്റു മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് വരും ഭാഗങ്ങളിൽ വിശദമായി തന്നെ സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.